بسم الله الرحمن الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا ونبينا وشفيعنا محمد صلى الله عليه وعلى آله وصحابه والذين اتبعوهم بإحسان وعلينا وعلى مشايخنا وذوينا وأحبابنا ومصنف كتبنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم. പിന്നെ അവിടെ ഇന്നലത്തെ ക്ലാസ്സിൽ, അതായത് ക്ലാസ് ദർസ് 59 8ാമത്തെ മിനിറ്റിൻ്റെ ശേഷം ഒരു 3 വരി 4 വരി റെക്കോർഡിങ്ങിൽ കട്ടായിട്ടുണ്ട്. എന്താ പറ്റിയെന്നറിയില്ല. പിന്നെ അത് ആ ഭാഗം ഒന്നുകൂടി അർത്ഥമാക്കാം. അത് എൻ്റെ കിതാബിൽ 132ാമത്തെ പേജ്. വലവിൻ സദ്ദ എന്ന വലവ് ഖുലിഖ മുൻസദ്ദൽ ഫർജൈനി എന്ന് പറഞ്ഞാൽ വലവിൻ സദ്ദ എന്നുള്ള മത്തിൻ്റെ തൊട്ട് മുമ്പ് അവിടെ വസഅമു ഇബ്നുൽ ഇമാദി അന്നഖ്ല ബിഖുറൂജി മനിയ്യഹ മുത്ലഖൻ. ഇബ്നുൽ ഇബാദ് റഹിമഹുല്ലാഹ് വാദിച്ചു ഒളു മുറിയുന്നു. എന്തുകൊണ്ട്? ബിഖുറൂജി മനിയ്യഹ, പെണ്ണിൻ്റെ മനിയ് പുറപ്പെട്ടാൽ. മുത്ലഖൻ എന്ന് പറഞ്ഞാൽ അത് ആദ്യം പുറപ്പെട്ടാലും എന്ന പോലെ ഇസ്തിദ്ഖാലിൻ്റെ ശേഷം പുറപ്പെട്ടാലും. നമ്മൾ നേരത്തെ പറഞ്ഞത് ആദ്യം പുറപ്പെട്ടാൽ മുറിയൂലെന്നാ. ഇസ്തിദ്ഖാൽ രണ്ടാമതുള്ളിലേക്കാക്കിയിട്ട് പുറപ്പെട്ടാലേ മുറിയുള്ളൂ. അങ്ങനെയല്ല എന്ന് വാദിച്ചു. എന്തിന്? ലിഖ്തിലാത്തിഹി ബി ബല്ലത്തി ഫർജിഹ, ആ മനിയ്യ് മുഖ്തലിത്താണ്, കൂടിക്കലർന്നിട്ടുണ്ടാവും. ബി ബല്ലത്തി ഫർജിഹ, പെണ്ണിൻ്റെ ഫർജിൻ്റെ നനവുമായിട്ട്. അത് റുത്തൂബത്തുൽ ഫർജി എന്ന് പറഞ്ഞതല്ല, അതല്ലാതെ ആ പ്രദേശത്തൊരു നനവുണ്ടാവുമല്ലോ എന്നുള്ളതാ. ബല്ലത്ത് എൻ്റെ കിതാബിൽ ഹാ ആണുള്ളത്, തെറ്റാ. പിന്നെ യുറദ്ദു, ആ സഅമ തള്ളപ്പെടും. എന്തുകൊണ്ട്? ബി അന്ന ദാലിക്കൽ ഇഖ്തിലാത്ത ഗൈറു മുഹഖഖിൻ ദായിമൻ, അത് സ്ഥിരമായി അങ്ങനെ ഇഖ്തിലാത്ത് ഉറപ്പില്ലല്ലോ. എപ്പോഴെങ്കിലും ഇഖ്തിലാത്ത് ഉണ്ടാകാം, അത് ശരിയാണ്. എപ്പോഴെങ്കിലും അങ്ങനെ ഇഖ്തിലാത്ത് ഉണ്ടാകാം. അപ്പം എങ്ങനെ എപ്പോഴെങ്കിലും ഇഖ്തിലാത്ത് ഉണ്ടാകാം എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അങ്ങനെ തന്നെ എന്ന് പറയാൻ പറ്റുമോ? അതില്ല. പിന്നെ അപ്പം അത് മുഹഖഖല്ലാഞ്ഞാൽ പിന്നെ സംശയത്തിൻ്റെ പേരിൽ ഒന്നും മുറിയില്ലല്ലോ. ഫസാവത്തെ റജുല, അപ്പം പെണ്ണ് ആണിനോട് തുല്യമായി എന്ന് പറഞ്ഞാൽ അവലം പുറപ്പെട്ടാൽ ഒതു മുറിയില്ല എന്നും ഇസ്തിദ്ഖാലിന് ശേഷം പുറപ്പെട്ടാലേ ഒതു മുറിയുള്ളൂ എന്ന വിഷയത്തിൽ പെണ്ണിന് മനിയുണ്ടോ എന്നുള്ളൊരു സംശയം പണ്ടേ ഉണ്ട്, ഹദീസിലും ഉണ്ടല്ലോ അല്ലേ. പിന്നെ ഉമ്മു സുലൈമ ഒന്ന് ചോദിച്ചില്ലേ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഉമ്മി സലമ അപ്പുറത്തുണ്ടായിരുന്നു. 36 പറഞ്ഞല്ലോ, ഫലാഹത്തിൻ നിസാ, പെണ്ണുങ്ങളൊക്കെ വസലാക്കിയില്ലേ നിങ്ങൾ എന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അന്ന് മുതലേ ഉണ്ട് പെണ്ണിന് മാ ഉൽ മർഅത്തുണ്ടോ ഇല്ലയെന്ന്. അതുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ അത് ശറയിൽ ഇഖ്റാർ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈദ്യശാസ്ത്രം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ വൈദ്യശാസ്ത്രം പറയുന്നത് എന്താണ്? ഈ ജിമാഇൻ്റെ സമയത്ത് പുറപ്പെടുന്ന ഒന്നില്ല എന്നാണ് അവർ പറയുന്നത്. ജിമാഇൻ്റെ സമയത്ത് എന്തേ ഉള്ളൂ, പെണ്ണിന് ഈ പറഞ്ഞ ഈ യോനിഭിത്തി എന്ന് പറഞ്ഞെടുത്തുണ്ടാകുന്ന ഒരു ഒരു ഉന്മേഷവും കാര്യങ്ങളുമൊക്കെയാണ് എന്നാണ് പറയുന്നത്. അത് എപ്പോൾ പുറപ്പെട്ടാലും മാഉൽ മർഅത്ത് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അണ്ടം എന്ന് പറഞ്ഞ ഒന്നും കൂടെ കൂടിയിട്ട് ബീജവും കൂടിയിട്ടാണല്ലോ സങ്കലനം ഉണ്ടാകുന്നത്. അത് ആ അണ്ടം മാസം പുറപ്പെടും എന്നാണ് അവർ പറയുന്നത്. ആയിക്കോട്ടെ, മാസം പുറപ്പെട്ടോട്ടെ, അതൊരു ജിമാഇൻ്റെ സമയത്ത് പുറപ്പെടുന്നില്ല എന്നെങ്ങനെ അറിഞ്ഞ്? അതിപ്പോൾ രണ്ടാളിനെ അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ട് അതേ സമയത്ത് പുറപ്പെടുന്നോ ഇല്ലേ എന്നുള്ളത് ഒരു ക്യാമറ വെച്ച് നോക്കിയെങ്കിലല്ലേ ഇപ്പോൾ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അത് പുറത്തേക്ക് വരലില്ല. സാധാരണ പെണ്ണിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക. പുറത്തേക്ക് വരൽ അപൂർവമായിട്ടേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പം അത് അവിടെ പറഞ്ഞത്. ഇനി ഇവിടെയൊക്കെ പുതിയ കുറേ മസലകൾ ഇവിടെയൊക്കെ ഉണ്ട്. അത് ഷർവാനി മറ്റു കിതാബുകളിലൊക്കെ ഉണ്ട്. ചിലത് ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ
ഇനി അങ്ങനെ വംഫത്തഹ താഴ്ത്ത മഴതെത്തി ഖറജൽ മുഴത്താദു നക്കല വക്കഥ നാദിറുൻ കദൂദിൻ ഫിൽ അദ്ഹരി അവിടെ വരെയല്ലേ നമ്മൾ ഇന്നലെ ഓതിയ. ഇനി അവിംഫത്തഹ ഫൗഖഹ അല്ലെങ്കിൽ ഇനി ആ മഴതത്തിന്റെ മുകളിലാണ് തുറന്നത്. അതായത് ഇപ്പോൾ എന്താണ് അസില് മുൻസദ്ദായിട്ടാണല്ലോ ഉള്ളത് അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു മഴതത്തിന്റെ മുകളിൽ. അപ്പോൾ എന്താണ് മലമൂത്രോ പോകാത്തതുകൊണ്ട് അല്ലെ രണ്ടും പോകാത്തത് കൊണ്ട് എന്ത് ചെയ്തു ഡോക്ടർമാർ അപ്പോൾ ദ്വാരം ഉണ്ടാക്കിയത് മഴതത്തിന്റെ മുകളിലാണ്. മഴതത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം സുറത്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഔ ഫീഹ ഔ മുആദിയല്ലഹ എന്നാ. അപ്പോൾ ഒന്നിൽ സുറത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ഫീഹ അല്ലെ പൊക്കിളിൽ തന്നെ നേരിട്ട്, അല്ലെങ്കിൽ ഔ മുഹാദിയൻ ലഹ എന്നാണ്. ആ പൊക്കിളിനോട് ആ നേരെ വരുന്ന ഭാഗം, അതായത് വയറിന്റെ വശമോ അല്ലെങ്കിൽ പിൻഭാഗമോ അങ്ങനെ എന്താണ് ആ ചുറ്റുഭാഗം ഉണ്ടല്ലോ അതിൽ പൊക്കിളിനോട് നേരെ വരുന്ന ആ ഭാഗത്താണ് അല്ലെ അതിൻ്റെ മുകളിലാണ്. എന്നാൽ വഹുവ മുൻസദ്ദുൻ ഏതവസ്ഥയിൽ ആ അസ്ലി മുൻസദ്ദായ അവസ്ഥയിലാണ് ഇങ്ങനെ ദ്വാരം തുറന്നത്. ഇൻസിദാദൻ താരി അൻ നമ്മളിപ്പോൾ പറയുന്നത് താരി ആയ ഇൻസിദാദിനെ കുറിച്ചാണല്ലോ അല്ലേ. അസ്ലിയായ സൃഷ്ടി ജന്മനാ തന്നെ ഇൻസിദാദുള്ളത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതാ പറഞ്ഞു ഈ ഇൻസിദാദ് താരിയാണ്. എന്നിട്ട് എന്താണ് ഈ പൊക്കിളിലോ അതിൻ്റെ മുകളിലോ ആണ് ദ്വാരം തുറന്നത്. എന്നാൽ അവിംഫത്തഹ തഹത്തഹ ഓഹോ മുംഫത്തിഹുൻ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ മഴതത്തിൻ്റെ താഴെ തന്നെയാണ് ദ്വാരം തുറന്നത്. പക്ഷേ ഓഹോ മുംഫത്തിഹുൻ ആ അസില് മുംഫത്തിഹാണ്, അസില് മുംഫത്തിഹാണ്. അപ്പം അതിൽ സുഗമമായി മലമൂത്രോ പോകുന്നില്ല, തടസ്സങ്ങളുണ്ട്. അപ്പം എന്ത് ചെയ്ത് ഡോക്ടർമാരവിടെ വേറൊന്നും കൂടി തുറന്നു, ഒരു വയറിൻ്റെ ഒരു ഭാഗത്ത് ദ്വാരം ഇട്ടിട്ട് വേറൊരു പൈപ്പിട്ട് നിർത്താം. അപ്പം എന്തായി ഫല അപ്പോൾ അത് മുറിയൂല. ഇൻസിദാദിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് അതിൽ നിന്ന് ഒന്നും പുറപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇംഫത്താഹ താഹത്താഹ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പുറപ്പെടുന്നുണ്ട്, അങ്ങനെയല്ലേ തസവുറാകുക. ഓ മുഫത്തിഹുൻ എന്നാ ഫല യൻഖുലു ഖാരിജുഹുൽ മുഅ്താദു വന്നാദിറു ഫിൽ അദ്ഹരി. അപ്പോൾ ഈ രണ്ട് രൂപത്തിലും അസില് മുൻസദ്ദായും കൊണ്ട് പൊക്കിളിലോ അതിൻ്റെ മുകളിലാകുന്ന സ്ഥലത്തും അല്ല അസില് മുൻഫത്തിഹായും കൊണ്ട് പൊക്കിളിൻ്റെ താഴെയാകുന്ന സ്ഥലത്തും അത് മുറിയില്ല. അത് മുഅ്താദ് പുറപ്പെട്ടാലും അറിയില്ല. ഫല യൻഖുലു ഖാരിജുഹു അൽ മുഅ്താദു വന്നാദിറു ഫിൽ അദ്ഹരി. കാരണം എന്താ അപ്പോൾ ലി അന്നഹു മിൻ ഫൗഖിഹ വഫീഹ വമുഹാദിഹ. കാരണം അത് ഈ മഴതത്തിൻ്റെ മുകളിലോ അല്ലെ പൊക്കിളിൻ്റെ പൊക്കിളിലോ അല്ലെങ്കിൽ മൊഹാദിഹ അല്ലെങ്കിൽ പൊക്കിളിന് നേരെ വരുന്ന ചുറ്റുഭാഗത്തോ ആകുമ്പോൾ ആ ഖാരിജ് അന്നഹു ആ ഖാരിജ് ബിൽ ഖൈഇനോട് അഷ്ബഹാണ്, ഛർദിക്കുന്നതിനോട് അഷ്ബഹാണ്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ഛർദിച്ച ഒന്നും അറിയില്ലല്ലോ എന്ന പോലെയാണ്. വമിൻ തഹത്തിഹ അപ്പോൾ താഴെയാണെങ്കിലോ അൻഹു ആ മഴതത്തിൻ്റെ താഴത്തിലാണെങ്കിൽ അൻഹു ഗിനൻ ആ മഹ്റജിനെ തൊട്ട് ഗിനുണ്ട് എന്നാ. അൻഹു എന്ന് പറഞ്ഞത് ആ ഇംഫത്തഹ തഹത്തഹ എന്ന് പറഞ്ഞ ആ മുമ്പത്തി ഉണ്ടല്ലോ അതിനെ തൊട്ട് ഗിനുണ്ട്, അല്ലെങ്കിൽ ആ ഖാരിജിനെ തൊട്ട് ഗിനുണ്ട്. ഖാരിജിനെ തൊട്ട് ഖാരിജിലേക്ക് ലമീർ മടക്കിയാൽ അപ്പോൾ ആ ഖാരിജിൻ്റെ മഹ്റജ് നോക്കേണ്ടി വരും. അതിനെത്തൊട്ട് ഗിനുണ്ട്, അതിനെത്തൊട്ട് ഗിനുണ്ട് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ആവശ്യമില്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മലമൂത്രമൊക്കെ പോകാൻ ഒരു ദ്വാരം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നെറൂറത്ത് ഇവിടെ ഇല്ല. കാരണം എന്താ അസ്ലിക്ക് ഇവിടെ മുൻഫത്തിയാണല്ലോ, ചെറിയ തടസ്സമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ. ഇനി ഹൈസു നഖലൽ മുൻഫത്തിഹു ഈ മുൻഫത്തിഹിൽ ഒതു മുറിയുമ്പോൾ ലം യസ്ബുത്തു ലഹു മിൻ അഹ്കാമിൽ അസ്ലി ഗൈറു ദാലിക. അസ്ലിയിൻ്റെ ഹുക്കുമിൽ നിന്ന് ഇതിന് അതല്ലാത്ത വേറൊന്നും വരൂല. നമ്മൾ അസ്ലിയിന് എന്തൊക്കെ ഹുക്കുമ് വരും ബാക്കി എല്ലാ ഹുക്കുമും വരും എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു, അതിൻ്റെ സൂറത്ത് ബാക്കിയുള്ളത് കൊണ്ട്. എന്നാൽ ഈ നാക്കിലിന് അതേ വരുള്ളൂ. അപ്പോൾ വേറൊരു വിഷയം, ഈ ഇതിലൂടെ മുറിയുമെന്ന് പറയുമ്പോൾ രീഹ് പോയാൽ മുറിയോ? ഇതിലൂടെ രീഹ് പോയാൽ മുറിയുന്നല്ലേ. ഇപ്പം നേരത്തെ നാദിറും മുറിയും എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ കദർ രീഹ് ഹുന എന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ രീഹ് പോയി മുറിയുമെങ്കിൽ ഇവൻ ആ ദ്വാരം എന്ത് ചെയ്തു ഓരോ ഉറപ്പിച്ചിരുന്നിട്ട് എന്ത് ചെയ്ത് ഉറങ്ങി. അല്ലെങ്കിൽ ആ ദ്വാരം ഇപ്പം അടപ്പൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുണ്ടല്ലോ, അതിൽ നിന്നൊന്നും പുറപ്പെടാത്ത രീതിയിൽ വൈദ്യശാസ്ത്രം അങ്ങനെ ദ്വാരം തുറന്നാൽ അപ്പം എന്ത് ചെയ്യുക, പൈപ്പിട്ട് മലമൂത്രം പുറത്തേക്ക് എടുക്കുക. പിന്നെ അത് എന്ത് വെച്ചാൽ അടയ്ക്കുന്ന സിസ്റ്റമൊക്കെ ഉണ്ട്,
അപ്പൊ അത് അങ്ങനെയാണെങ്കിലോ ആ മസല പറയുന്നു വഫിൽ മജ്മൂഇ ലൗ നാമ മുമക്കിനഹു മിനൽ അർളി. അണ്ട് അത് ഭൂമിയോട് ഉറപ്പിച്ചു വെച്ചുകൊണ്ട് മുമക്കിനഹു എന്ന് പറഞ്ഞാൽ ആ മുൻഫത്തിഹിനെ നാക്കിലാകുന്ന ആ മുൻഫത്തി ഉണ്ടല്ലോ അതിനെ ഉറപ്പിച്ചു വെച്ചു, ഭൂമിനോട് ഉറപ്പിച്ചു വെച്ചു. ഐ മസലൻ ഭൂമി എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാണ്. അത് പഞ്ഞി കയറ്റി വെച്ചാലും മതി എന്നുള്ള മസാല ശേഷം വരുന്നുണ്ട് തെംകീനാകാനേ. അപ്പൊ അതാ മിനൽ അർളി എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞല്ലേ, കസേര ആയാലും അല്ലെങ്കിൽ എന്താണ് മൃഗത്തിന്റെ പുറത്താണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഉറപ്പിച്ചു. എന്നാൽ ലമ്യൻ തക്കിലൂലോ മുറിയില്ല എന്നും പറഞ്ഞു. അപ്പൊ ഇവിടെ മൊത്തത്തിൽ പറഞ്ഞ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ അസിലിയും മുൻസദ്ദായി അല്ല, ജന്മനാ തന്നെ എന്ത് ചെയ്തു ആ മുൻസദ്ദായ നിലയിൽ സൃഷ്ടിച്ചു. എന്നാൽ പിന്നെ ശരീരത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ഇത് പോയാലും അതെന്തുപോയാലും ഒതുമുറിയെന്ന് പറഞ്ഞു അല്ലേ. ജന്മന അങ്ങനെയാണെങ്കിൽ അല്ല, ജന്മന അങ്ങനെയല്ല, പിന്നെ ആണെന്നുണ്ടെങ്കിൽ 2-3 രൂപമുണ്ട്. അതായത് പിന്നെ ഒരു ഇതിൻ്റെ മുൻസദ്ദായും കൊണ്ട് തന്നെ എന്ത് ചെയ്തു, മായതത്തിൻ്റെ താഴെ ഒന്ന് ഉറപ്പിട്ടാൽ ഒരു ദ്വാരം തുറന്നാൽ, മറ്റേ മുൻസദ്ദായും കൊണ്ട് ഇത് താഴെ തുറന്നാൽ അത് ആ തുറന്നത് എന്തായി മറ്റേ ഹുക്കുമോ പോലെ തന്നെ നാദിർ കൊണ്ടും ഇതുകൊണ്ടും മുറിയും. ഇത് മുഴത്താത് കൊണ്ടും. അപ്പോൾ 2 രൂപമായി, ഹിൽക്കിയായതുമായി മറ്റേതുമായി. ഇനി 2 രൂപം വരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് മുൻസദ്ദായും കൊണ്ട് തന്നെ പൊക്കിളിൻ്റെയോ അല്ലെങ്കിൽ പൊക്കിളിൻ്റെ മുകളിലോ ആണ് തുറന്നത് എന്നാൽ ഒതു മുറിയില്ല. അത് 3-മത്തെ. പിന്നെ 4-മത്തെ എന്ന് പറഞ്ഞാലോ ഇത് മുൻഫത്തിഹായും കൊണ്ട് പൊക്കിളിൻ്റെ താഴെ എന്താണ് ആ ദ്വാരം തുറന്നാൽ അപ്പോഴും മുറിയില്ല എന്ന് വന്നു. അപ്പം ഇവിടെ ഒരു ഇഷ്കാലുണ്ട്, അതാ ഞാൻ പറയുന്നത്. എന്താണ് തത്തിമ്മത്തുൻ ലാഹിറുൽ മത്തിനി ഹുന മുഷ്കിലുൻ. ഇവിടെ മത്തനിൻ്റെ ലാഹിർ മുഷ്കിൽ, അതായത് ഈ ഇൻസിദാദിൻ്റെ മസല പറഞ്ഞെടുത്ത് ലിഅന്നഹു ജഅല ഇൻസിദാദൽ അസ്ലി മഖ്സമൻ. അതായത് വലവിൻസദ്ദ എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത് കിതാബ്. ഇമ്മസല ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയത് വലവിൻസദ്ദ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്തു, ആ ഇൻസിദാദ് എന്ന് പറഞ്ഞത് അസ്ലിയല്ലേ. അപ്പോൾ അസ്ലിയ അടഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വലവിൻസദ്ദ മഖ്റജുഹു എന്ന് മത്തിന് വായിച്ചാൽ കുബുലോ ദുബറോ അടഞ്ഞു എന്നാണ്. അപ്പോൾ അത് അസ്ലിയാണ്, അത് അടഞ്ഞു എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അതിനെ എന്താണ് മക്സമാക്കി, അതിനാ പിന്നെ കിസ്മത്ത് വരുന്നത്. സുമ്മ ഫസ്സല ബൈന ഇൻസിദാദിഹി വംഫിത്താഹിഹി. പിന്നെന്ത് ചെയ്തു, ആ അസ്ലിയ് മുൻസദ്ദാണ് മുൻഫത്തിഹാണ് എന്ന രീതിയിൽ അതിനെ തഫ്സീലാക്കി. അതവിടെ അത് കുറെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് എന്താക്കി, ഔ ഫൗഖഹ വഹുവ മുൻസദ്ദുൻ എന്ന് പറഞ്ഞു, ഔ തഹത്തഹ വഹുവ മുൻഫത്തിഹു എന്ന് പറഞ്ഞു. ഈ വഹുവ എന്ന് പറഞ്ഞത് അസ്ലിയല്ലേ. അപ്പൊ അസ്ലിയ് മുൻസദ്ദാണെന്ന് പറഞ്ഞെടുത്ത് കുഴപ്പമില്ല, പിന്നെ അസ്ലിയ് മുൻഫത്തിഹാണെന്ന് പിന്നെ 2-മത് പറഞ്ഞില്ലേ. അപ്പൊ അത് ശരിയാവില്ലല്ലോ, കാരണം മക്സിമം അത് മുൻസദ്ദാവുമ്പോൾ പിന്നെ പറയുന്ന എല്ലാം എന്തായിരിക്കണം, ആ അസ്ലിയ് മുൻസദ്ദായ രൂപത്തിലായിരിക്കണ്ടേ പറയേണ്ടത്. അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കസീമാക്കിയിട്ട് വേറെ പറയണം. അത് മക്സമായിട്ട് അങ്ങനെ പറയുമ്പോൾ ശരിയാവില്ലല്ലോ, ഇതിന്റെ കസീമായിട്ടല്ലേ വരണ്ടേ. അപ്പോൾ മക്സമായിട്ട് പിന്നെ അതിന്റെ 2 കിസ്മ് എന്ന് പറയുമ്പോൾ മുൻസദ്ദായതിന് പിന്നെ 2 കിസ്മ്, ഒരു മുൻസദ്ദും ഒരു മുൻഫത്തിഹും വരൂലല്ലോ. മുൻഫത്തി അതിന്റെ കസീമായിട്ടല്ലേ വരിക. ഇതിന് മറുപടി പറയാം. അപ്പോൾ അതായിഷ്കാൽ വഖദ് യുജാബു ബി അന്ന ഖൗലഹു ഔ ഫൗഖഹ. അതായത് അവിൻഫത്തഹ തഹത്തഹ ഔ ഫൗഖഹ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഔ ഫൗഖഹ എന്നുള്ളത് എന്തിന്റെ മേലെ അത്ഫാണ്, ഔ തഹത്തഹ എന്ന് പറഞ്ഞ മുമ്പുള്ളതിന്റെ മേൽ തന്നെ അത്ഫാണ്. അതങ്ങനെ ആക്കാം. വംഫത്തഹ തഹത്ത മഅദത്തിഹി എന്ന് പറഞ്ഞില്ലേ. പിന്നെ അപ്പൊ അതിന്റെ മേലെ അത്ഫാക്കാം തഹത്ത മഅദത്തിഹി എന്നുള്ളത്. പക്ഷെ തഹത്ത മഅദത്തിഹി എന്ന് പറഞ്ഞാൽ മേലെ അത്ഫാക്കുമ്പോൾ അതിനു മുമ്പുള്ള വലവിൻസദ്ദ എന്ന് പറഞ്ഞ ആ ഇൻസിദാദ് മടങ്ങി വരും. അതാണ് ഇപ്പോൾ ഇഷ്കാലുള്ളത്. അതിന് പറയാ ലാബി ഖൈദി മാ ഖബ്ലഹു, അതിന് മുമ്പുള്ളത് ഖൈദില്ലാതെയാണ് ഈ അത്ഫ്. അത് വല്ലാത്തൊരു ന്യായീകരണമാണ് ഏതായാലും അല്ലേ. അത്ഫിന്റെ കായിക അങ്ങനെയല്ലേ അല്ലേ. ഇതിന്റെ മുത്താലിക്കാത്തുകളുടെ മാനം ഇങ്ങോട്ട് മടങ്ങി വരുന്ന. അപ്പൊ ഇതില്ലാതെയാണ് നഹൂദാലിക്ക ഖദിയ ഖൗഫി കലാമിഹിം. ഇങ്ങനെ മുമ്പുള്ള കൈത് പരിഗണിക്കാതെ ഒരു അത്ഫാക്കല് എന്താണ്
ആ മുസന്നിഫീങ്ങളുടെ കലാമിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം അതിൽ പെട്ടതാണ് കദിയക്കഴുന്നല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് അതിന് മറുപടി പറയാം. ഇനി അസാനി. അപ്പം 4 ആണെന്ന് പറഞ്ഞിട്ട് 1 പറഞ്ഞ്. ഇനി രണ്ടാമത്തേത് സവാലുൽ അഖലി അല്ലേ, അഖല് നീങ്ങുക. അഖല് നീങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ടാവുമോ? അഖല് എന്ന് പറഞ്ഞത് നമ്മളെ ഹൈവാൻ നാത്തിക്ക് എന്ന് പറഞ്ഞാൽ ആ നാത്തിക്ക് എന്ന് പറഞ്ഞാൽ അഖല് എന്ന് പറയുന്ന ആ നുത്തുക്കല്ലേ, അത് നീങ്ങിയാൽ മനുഷ്യനല്ലാണ്ടായി പോവില്ലേ? അതായത് അഖല് എന്ന് പറഞ്ഞാൽ ഒരു ഗരീസത്താണ് എന്ന് പറയുന്നുണ്ട്. അതാണ് പറയുന്നത്. അത് ജന്മനാ ഉള്ള എന്താണ് മനുഷ്യൻ്റെ ഒരു സവിശേഷതയാണ്. അതല്ല പറയുന്നത്. അത് നീങ്ങിയാലും അതില്ലാഞ്ഞാലും മനുഷ്യനല്ലാതാവും. അങ്ങനെ ഉണ്ടാകുക. അതാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്നല്ലേ എന്ത് ചെയ്യുക. പഴയകാലത്ത് മദർസ ഉണ്ടായിരുന്നു അങ്ങനെ. ഇപ്പം എങ്ങനെയെന്ന് അറിയില്ല. ഇപ്പം ഈ പരിഷ്കരിച്ച് എല്ലാം എന്തായിപ്പോയി, ഒന്നുമില്ലാത്തടത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്നാണ് പണ്ട് പഠിപ്പിക്കുക. അപ്പോൾ അതാ പറഞ്ഞ ഐ തെമ്മീസു. അക്കല് കൊണ്ട് ഉദ്ദേശം എന്താണ്? ഈ ഗരീസത്തല്ല, അതിൻ്റെ തെമ്മീസ് നീങ്ങുക എന്നാണ്. അക്കലിനാവും പറയും. അക്കലെന്താണ്, റൂഹ് എന്താണ്, നഫ്സ് എന്താണ്, ഇതിൻ്റെ എല്ലാം അർത്ഥം പറയാനായിട്ട് ഇഹിയയിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ഫസൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഈ അക്കല് എന്ന് പറഞ്ഞാൽ എന്താ, റൂഹ് എന്താണ്, നല്ല വിശദീകരണം. പിന്നെ ഇമാം ഗസാലി പറഞ്ഞാൽ പിന്നെ അതാണ്ട് പറഞ്ഞാൽ ഫത്തഹാവുമല്ലോ. അങ്ങനെയാണ് പ്രത്യേകിച്ച് അതുപോലത്തെ കാര്യങ്ങൾ. അപ്പോൾ സവാലിൽ അക്കലി എന്ന് പറഞ്ഞാൽ തമ്മീസ് എന്നർത്ഥം. പിന്നെ അപ്പം അക്കല് കൊണ്ട് തന്നെ ഉദ്ദേശം തമ്മീസാണ്. അതുകൊണ്ടാണ് ഐ തമ്മീസി എന്ന് പറഞ്ഞത്. ഐ തമ്മീസി ഹി എന്ന് പറയാഞ്ഞത്. പിന്നെ ബി ജുനൂനിൻ, അതെങ്ങനെ നീങ്ങാൻ പല രൂപമുണ്ട്. ജുനൂൻ ഉണ്ടാവും, ഇഗ്മാ ഉണ്ടാകും, ഔനാഹി സക്കിരിൻ അല്ലെങ്കിൽ സക്കിർ പോലത്തെ ഉണ്ടാകും, ഔനൗമിന്ന പിന്നെ അതിൻ്റെ ശേഷമുള്ളത്. അവിടെ വലവ് മുമക്കിനൻ മക്കായദഹു ഇജ്മാ എന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ് കൊണ്ട് നീങ്ങുക. അപ്പോൾ ഉറക്കം, സക്കിർ, ഇഗ്മാ, ജുനൂന് ഒക്കെ കൊണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതെല്ലാം തമ്മീസ് നീങ്ങുന്ന. ഇതുകൊണ്ടുള്ള വ്യത്യാസം എന്ത് ചെയ്തിട്ടുണ്ട്? കല്ലൂബിൽ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. ജുനൂന് എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ആരോഗ്യം ബാക്കിയുള്ളതോടുകൂടി, അതായത് ശരീരം പ്രവർത്തിപ്പിക്കാൻ അതിൻ്റെ കൂവത്തിനൊന്നും പേശിക്കൊന്നും എന്താണ് ബലക്ഷയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നീങ്ങുക എന്നതാണ് തമ്മീസ് നീങ്ങുക. അപ്പോൾ ഈ മജ്നൂനായ ആളിനെ കണ്ടാലൊന്നും തിരിയില്ല. തമ്മീസ് എന്ന് പറഞ്ഞാൽ അതല്ലേ, ആണിനെയും പെണ്ണിനെയും കണ്ടാൽ തിരിയൂല, വാപ്പാനെയും ഉമ്മാനെയും കണ്ടാൽ തിരിയൂല. ഇങ്ങനെ തിരിയാത്ത അവസ്ഥ, അതാണ് ഈ തമ്മീസ് എന്ന് പറഞ്ഞാൽ വതിരിവ് എന്ന് പറഞ്ഞാൽ അതല്ലേ. പിന്നെ ഭക്ഷണം അല്ലാത്തതും കണ്ടാൽ തിരിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് തമ്മീസ് ഇല്ലാത്ത കുട്ടികളെ കയ്യിൽ എന്തെങ്കിലും കൊടുത്താൽ എന്താണ് അവർ കൈ കിട്ടുന്നതൊക്കെ വായിലിടുന്നത്. അതുപോലെ പ്രായാധിക്യത്തിൽ എന്താണ് തമ്മീസ് നീങ്ങുന്ന രോഗമുണ്ടല്ലോ, ചന്നി എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് എന്താണ് കൈ കിട്ടിയൊക്കെ എടുത്ത് വായിലിടും. അത് തിന്നുന്ന സാധനമാണ്, എല്ലാത്തും തിരിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ജുനൂന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ജുനൂനുണ്ടായാൽ നല്ല ആരോഗ്യം ഉണ്ടാവും. പിന്നെ ഇഗ്മാ ഇൻ ബോധക്ഷയം എന്ന് പറഞ്ഞതോ അത് പിന്നെ കൈയും കാലിനൊന്നും പേശിക്കൊന്നും ബല ഇല്ലാത്ത രീതിയിലുള്ളതാണ്. അങ്ങനെ സക്കിർ എന്ന് പറഞ്ഞാൽ അത് ഒരു ലുഅഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആട്ടമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ, നടന്നൊക്കെ പോകുമല്ലോ. മുഹമ്മന്നലയാണേ പറ്റൂല. എന്നാൽ പിന്നെ ഉറക്കമാവുമ്പോഴോ അത് ഈ മഫാസിലുകൾക്കാണ് എന്ത് വരിക, ആ ഒരു എന്ത് വരിക, ഒരു ലുഅഫ് വരിക. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയാൻ കഴിയും, ഉറക്കത്തിൽ തിരിയാൻ കഴിയും. മുഹമ്മന്നലഹി അയാളിന് തിരിയാൻ കഴിയൂല. അതാണ് വ്യത്യാസങ്ങൾ. പിന്നെ ഔ നഹവി സക്കിരിൻ എന്ന് പറഞ്ഞു വലവ് മുമക്കിനൻ മക്കാദഹു. അപ്പോൾ ഈ ജുനൂനും ഇഗ്മാവും എന്ന പോലെ സക്കിർ പോലത്തതൊക്കെ ഉണ്ടാകുന്നത് മുമക്കിനുൻ മക്കാദായാലും ശരി, ഇജ്മാഅൻ അവിടെ ഖിലാഫില്ല. സക്കിർ ഇഗ്മാ എന്ന് പറഞ്ഞത് ഔലിയാക്കന്മാർക്കുണ്ടായാലോ എന്നാലും ഒതു മുറിയും. ദിക്ർ ചൊല്ലിയിട്ട് എന്താണ് വലൗക്കാന ലി വലിയിൻ ഹാലത്ത ദിക്രി ഫയൻഖുദു തുഹ്റഹൂന പറഞ്ഞ്. പിന്നെ അത് ഷെർവാനി അങ്ങനത്തെ കുറച്ച് മസാല അവിടെ പറയുന്നുണ്ട്. പിന്നെ ഔ നൗമിൻ, ഇതൊക്കെ കൊണ്ട് മുറിയാൻ കാരണം എന്താ? ലിൽ ഖബരി സഹീഹി ഫമന്നാമ ഫല്യതവല്ല എന്നാണ്. അപ്പോൾ ഇത് ലിൽ ഖബരി സഹീഹി എന്ന് പറഞ്ഞാൽ എന്തിനു ഇല്ലത്ത അവസാനം പറഞ്ഞ ഔ നൗമിൻ എന്നുള്ളതിന് മാത്രമല്ല,
സവാലുൽ അഖ്ല് കൊണ്ട് ഒതു മുറിയും എന്നുള്ളതിനില്ലത്താണ് ദലീലാണ് ലിൽ ഖബരി സഹീഹി. അപ്പം നാമ ഫല്യത്തവല്ലതെന്നേ ഹദീസിലുള്ളൂ. ബാക്കി അതിൻ്റെ മേൽ ഖിയാസാന്ന് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ദലീൽ താമാവുകയും ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വർത്താനം പറയാം. വഖദ് ബയ്യന്ത് ഖുലാസത്ത മാലിൽ ഉലമാവി താരീഫിൽ അക്കലി ഉണ്ട്. അക്കലിൻ്റെ താരീഫ് അതിനെക്കുറിച്ച് അയിമത്തിന് ഒരുപാട് ഖിലാഫുണ്ട്. അത് ഞാൻ എവിടെ പറഞ്ഞു, അതിൻ്റെ ചുരുക്കം. തവാബിഅഹി അക്കലിൻ്റെ താരീഫും ആ താരീഫിനോട് താബിയായി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഷറലുബാബിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കൊള്ളിനോ. പിന്നെ അപ്പോൾ ഈ അക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മക്കറ എവിടെയാണ്, ബുദ്ധി എന്ന് പറഞ്ഞാൽ എവിടെ സ്ഥിതി ചെയ്യുന്നത്? അതിപ്പോൾ പുതിയ ശാസ്ത്രത്തിനും പറയാൻ കഴിയാത്തൊരു സംഗതിയാണ്. അത് പണ്ടേ അയിമത്തിൻ്റെ ഇടയിലും ഖിലാഫുള്ളതാണ്. അത് കൽബിലാണോ അല്ല ദിമാഗിലാണോ എന്ന്. അതിൻ്റെ മക്കർ കൽബിലാണ് എന്നും ദിമാഗുമായിട്ട് എന്താണ് ഒരു ഷുആഇൻ്റെ ബന്ധമാണുള്ളത് എന്നുമാണ് അതിൽ ഉലമാ തഹ്ഖീഖാക്കിയത്. അപ്പോൾ രണ്ടിടത്തുള്ളമാതിരി തോന്നും. അങ്ങനെയാണ്, അല്ലെ അവിടെ എവിടെയാണോ എന്ന് സംശയം വരും. പിന്നെ അഫ്ളലു മിനൽ ഇൽമി. അപ്പോൾ ഈ അഖലാണോ ഇൽമാണോ അഫ്ളൽ എന്നൊരു ഖിലാഫുണ്ട്. അത് അഖലാണ് അഫ്ളൽ ഇൽമിനേക്കാൾ. കാരണം എന്താ, അന്നഹു മംബഉഹു, ആ ഇൽമിൻ്റെ മമ്പ ആണ് അഖൽ. അന്നഹു ആ അഖൽ മംബഉഹു ഇൽമിൻ്റെ മമ്പ, ഉസ്സുഹു അതിൻ്റെ അടിസ്ഥാനവുമാണ്. അപ്പോൾ എന്താണ്, അസിലിനല്ലേ ഷറഫ് കൂടേണ്ടത്, ഇതില്ലേ മറ്റേ ഉണ്ടാവില്ലല്ലോ. വലിയന്നൽ ഇൽമ, അതിനും പുറമെ ഇൽമു എന്ന് പറഞ്ഞത് യജ്രി മിൻഹു, ആ അഖലിനെ അപേക്ഷിച്ച് അതിൻ്റെ സ്ഥാനം അതിനെ അതുമായി നിസ്ബത്ത് ചെയ്യുമ്പോൾ, മിൻഹു എന്ന് പറഞ്ഞാൽ നിസ്ബത്തിൻ്റെ അതുമായി നിസ്ബത്ത് ചെയ്യുമ്പോൾ ചേർക്കുമ്പോൾ അതിൻ്റെ നടത്തം, അതിൻ്റെ പ്രവർത്തനം മജ്റൻ നൂരി, നൂറിൻ്റെ സ്ഥാനത്താണ്, പ്രകാശത്തിൻ്റെ സ്ഥാനത്താണ്. മിന ഷംസി, ഷംസുമായി കൊള്ള നോക്കുമ്പോൾ എന്താണ്, പ്രകാശത്തിൻ്റെ സ്ഥാനത്ത്. ആ മിന്നു നിസ്ബത്തിൻ്റെ. അപ്പോൾ സൂര്യനെ അപേക്ഷിച്ച് എന്താണ്, പ്രകാശത്തിൻ്റെ സ്ഥാനമാണ് ബുദ്ധി അപേക്ഷിച്ച് ഇൽമിനുള്ളത്. അപ്പോൾ ഷംസിനല്ലേ മഹത്വം എന്ന പോലെയാണിത്. റുഇയത്തി എന്ന പോലെ റുഇയത്തിൻ്റെ സ്ഥാനമാണുള്ളത്. മിനൽ ഐനി, നൂറിൻ്റെ മേൽ അത്ഫ, കണ്ണിനെ അപേക്ഷിച്ച് കാഴ്ചയുടെ സ്ഥാനമാണുള്ളത്. കണ്ണിനല്ലേ മഹത്വം കൂടുതൽ. ഇങ്ങനെ ഇനി അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അതാ വമൻ അക്കസ, ഇതിനെതിരെ ഇൽമാണ് അഫ്ളല് എന്ന് പറഞ്ഞവർ അറാദ, അവരുദ്ദേശിച്ചത് മിന്നൈ സുസ്തിൽസാമുഹുലഹു, അത് എന്തിനെ ലാസിമാക്കും, ആ ഇൽമ ലാസിമാക്കുന്നുണ്ട്, ലഹു അഖലിനെ ലാസിമാക്കുന്നുണ്ട് എന്ന നിലക്ക് എന്തു പറഞ്ഞു, ഇൽമാണ് അഫ്ളല്. വഅന്നഹു തആല, അല്ല അഖലാണ് അഫ്ളല് എന്ന് പറഞ്ഞ്. വഅന്നഹു തആല എന്ന പോലെ അല്ലാഹു തആല യൂസഫു ബിഹി, ആ പിന്നെ ഇൽമു കൊണ്ട് വസ്ഫ് പറയും. അല്ലാഹു തആല അലീമാണല്ലോ, എന്നാൽ അഖല് കൊണ്ട് ആഖലെന്ന് വസ്ഫ് പറയും. അത് അള്ളാഹ്ക്ക് പറയേയില്ലല്ലോ എന്നാ. പിന്നെ അപ്പം അങ്ങനെ അക്സാക്കിയവർ അങ്ങനെയാ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇസ്തിൽസാമു ഹൂ ലഹു എന്ന് പറഞ്ഞാൽ ഇൽമ എന്താണ് ലാസിമാക്കുന്നുണ്ട്, അഖലിനെ ലാസിമാക്കുന്നുണ്ട് എന്ന നിലക്ക്. അപ്പോൾ അള്ളാഹ്ക്ക് വസ്തു പറയാൻ പറ്റിയ ഇൽമല്ലേ അഫ്ളല് എന്ന് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ സംഗതി എങ്ങനെയായാലും എന്താണ്, ഇവിടെ ഇസ്തിൽസാമു ഹൂ ലഹു എന്ന് തന്നെ പറഞ്ഞല്ലോ. ഇൽമ എന്തിനെ ലാസിമാക്കും, അക്കലിനെ ലാസിമാക്കും. അപ്പോൾ ഇൽമുണ്ടാകൽ ആക്കലീങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അക്കലല്ലാത്തവർക്ക് ഇൽമുണ്ടാവില്ല. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ, ഈ തബ്ലീഗ് ജമാഅത്തുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമുൽ ഗൈബിനെ നിസാരപ്പെടുത്തി, എന്നിട്ട് തശ്ബീഹാക്കി. എന്ത് പറഞ്ഞ്, ഇൽമുൽ ഗൈബ് സെയ്ദ് കഹ്താഹെ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഹിഫ്ദുൽ ഈമാൻ ആ വിഷയം തുടങ്ങുന്നത് തന്നെ. ഒരു മസല ഫർള് ചെയ്തിട്ട്, ഒരു ചോദ്യം ഫർള് ചെയ്തിട്ട്. അപ്പോൾ ഇൽമുൽ ഗൈബ് എല്ലാ ഇൽമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആലക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് ശരിയല്ല, അങ്ങനെ ഒരാൾ വിശ്വസിക്കൽ ശരിയല്ല. അങ്ങനെയല്ല, എല്ലാ ഇൽമും ഉണ്ട് എന്ന് പറഞ്ഞാൽ അയിമത്തൊക്കെ ഉണ്ട്. ഖൽക്കിൻ്റെയും ഖാലിക്കിൻ്റെയും ഇടയിൽ അല്ലാതെ എന്തെല്ലാം ഇൽമിനും ഫർക്കുണ്ട്, ആ ഫർക്ക് പോരെ എന്ന് പറഞ്ഞാൽ പല അഹ്ലു സുന്നത്തിൻ്റെ പല അയിമത്തുണ്ട്. അതേതായാലും അവിടെ ഇരിക്കട്ടെ. പിന്നെ അവർ പറയുന്നത് ഇങ്ങനെയാണ്. പിന്നെ എന്നിട്ട് ബഅലുൽ ഇൽമാണെങ്കിൽ അത് സെയ്ദിനും ഉണ്ട്, അമ്രിനും ഉണ്ട് എന്ന പോലെ എന്ത് മജ്നൂൻ സബീയിനും ഉണ്ട്, മജ്നൂനിനും ഉണ്ട്, ബഹായിമിനും ഉണ്ട് എന്ന് പറഞ്ഞ്. അത് പറയണമെങ്കിൽ പറഞ്ഞൊരു ബഹായിമാകണം, എന്നാലേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ, സബീയിന് ഇൽമുണ്ടാവോ? അക്കല് താമാകുന്ന പോലല്ലേ ഉണ്ടാവുള്ളൂ. ഇനി ഈ അക്കല് അസല് ഗരീസത്ത് അവിടെ ഉണ്ടെന്ന് വെച്ചാൽ മജ്നൂന് ഇൽമുണ്ടാവോ? ഇല്ല.
ഈ ബുദ്ധിയുടെ സ്ഥിരത ഉണ്ടെങ്കിലല്ലേ ഇൽമുണ്ടാവുള്ളൂ. ഇനി അല്ല അത് എന്താണ് മജ്നൂനുണ്ട് എന്ന് വെക്കുക, ബഹായിമിന് എങ്ങനെ ഇൽമുണ്ടാകുക? അപ്പോൾ അവർ എത്രത്തോളമാണ് അവർ നിസാരപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമുൽ ഗൈബിനെ. ഈ തഷ്ബീഹിൻ്റെ പേരിലാണ് എന്താണ് പല അയിമത്തും ഒരു കാഫിറാന്ന് തന്നെ. പല അയിമത്തറിന് 260 ചില്ലുവാനം ഉലമാ ഒപ്പിട്ട ഫത്വ അസ്സവാരിമുൽ ഹിന്ദിയ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ 260ഓളം ഉലമാ ഒപ്പിട്ട ഫത്വ എന്താണ് അവരുടെ കുഫ്റ് കൊണ്ട്. ഇതുപോലത്തെ ഇതൊരു കാരണമാണ്. അങ്ങനെ വേറെ 3 കാരണം കൂടിയുണ്ട് പ്രധാനപ്പെട്ട. കിതാബ് തന്നെ ഉണ്ട്. പിന്നെ അപ്പോൾ ഇത് പറഞ്ഞ് ഇല്ല നൗമ മുമക്കിനിൻ മഖഅദഹു. ഉറുദു ഭാഷയൊക്കെ പഠിച്ചിട്ട് അവരുടെ ലലാലത്തൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ സവാലുൽ അഖലി ഇല്ല നൗമ മുമക്കിനിൻ മഖഅദഹു. ഇല്ല ഇവിടെ ഇസ്തിസ്ന മുത്തസിലാണ്, മുൻകത്തിയല്ല. കമാ ഉരിഫ ഫി തഫ്സീരിൽ അഖലി. അഖിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തഫ്സീർ പറഞ്ഞ എന്താ തമ്മീസ് എന്നാണ്. അപ്പോൾ തമ്മീസ് എന്തുകൊണ്ട് നീങ്ങും? നൗമ കൊണ്ട് നീങ്ങുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് സക്കറും നൗമ ഒക്കെ പെടുത്തിയല്ലോ അവിടെ. അപ്പോൾ ഇല്ല നൗമ എന്ന് പറയുമ്പോൾ എന്താവും? അത് ഇസ്തിസ്ന മുത്തസിലാണ്. അതാ കമാ ഉരിഫ ഫി തഫ്സീരിൽ അഖലി എന്ന് പറഞ്ഞാൽ ബിമാദുക്കിറ പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞാൽ തമ്മീസ് എന്നാണ്. ആ തമ്മീസിൻ്റെ നീങ്ങലെങ്ങനെ ജുനൂന് കൊണ്ട് ഉമാവ് കൊണ്ട് ഇതുകൊണ്ടൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇല്ല നൗമ ഖാഇദിൻ മുമക്കിനിൻ മഖഅദഹു. അപ്പോൾ ഈ നൗമ കൊണ്ട് എന്താണ് ഒഴികെ സവാലുൽ അഖലി, ആ സവാൽ ഈ നൗമ കൊണ്ട് ഒഴികെന്ന്. അപ്പോൾ ഈ നൗമ കൊണ്ട് സവാൽ ഉണ്ടായാൽ കുഴപ്പമില്ല എന്നാ. പിന്നെ ഒതുമുറിയില്ല. ഖാഇദിൻ മുമക്കിനിൻ മഖഅദഹു. ഇരുന്നവൻ എന്ന് പറഞ്ഞു, ഇരുന്നവൻ തന്നെ ആകണോ? നിന്നിട്ടായാലോ? നിന്നിട്ടാണെങ്കിൽ പ്രയാസ. അവിടെ ഷെർവാനി പറയുന്നുണ്ട് മുമക്കിനിൻ മഖഅദഹു. മഖഅദ് കൊണ്ട് ഉദ്ദേശം എന്താ? അല്യൈഹി, അവൻ്റെ 2 ചന്തി ഉറപ്പിക്കുക എന്നാ. മക്കന എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്നാണ്. എന്തിനോട് ഉറപ്പിക്കുക? മക്കന മിൻ എന്നുവാ പറയുക. ഇൽമിലൊക്കെ വലിയ ഫന്നിൽ വലിയ കഴിവുള്ള ആളെക്കുറിച്ച് മുത്തമക്കിനും മിൻ എന്നിങ്ങനെ പറയും. ഇന്ന ഇൽമിൽ വലിയ കഴിവുള്ള ആളാണ് ഇന്ന വിഷയത്തിൽ, അത് പറയും. അവിടെ തമക്കനെ പറയാം. ഇവിടെ മുമക്കിനുൻ മിൻ മക്കരിഹി, ഇവൻ ഉറപ്പിച്ചു. എന്തിനാ? ചന്തിയെ ഉറപ്പിച്ചു. മിൻ മക്കരിഹി, ഇവൻ്റെ എന്താണ് മക്കർ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം എന്നല്ലേ, അവനിരിക്കുന്ന സ്ഥലം. അത് അറള് എന്ന് നേരത്തെ പറഞ്ഞില്ലേ, നിലം അല്ലെ കസേര, അങ്ങനെ എന്താന്ന് വെച്ചാൽ വലവ് ദാബത്തൻ സായിറത്തൻ. ആ മക്കർ എന്ന് പറഞ്ഞത് ഇവൻ്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞത് അത് എന്താണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മൃഗമാണെങ്കിലും അപ്പോൾ മൃഗത്തിൻ്റെ പുറത്ത് കയറി നന്നായി ഉറപ്പിച്ചിരുന്നു എന്നിട്ട് ഉറങ്ങി എന്നാൽ കുഴപ്പമില്ല. ദാബത്തൻ സായിരത്തൻ മൃഗമാകണമെന്നില്ല, കാറായാലും മതി. പക്ഷേ കുഷ്യൻ ഉണ്ടാകുമ്പോൾ ഉറക്കുമെന്നുള്ള, സീറ്റൊക്കെ വലിയ കുഷ്യനും സൗകര്യമൊക്കെ ഉള്ളതല്ലേ, അതായാലും ഉറക്കുമെന്നുള്ളതൊരു സംശയമാണ്. അതേ ഉള്ളൂ. പിന്നെ അതിന്മേൽ സ്റ്റൂളിട്ടിരുന്ന് ഉറപ്പിച്ചാലും മതിയാവും. ചിലപ്പോൾ ബസ്സിൽ സീറ്റൊക്കെ കുറയുമ്പോൾ സ്റ്റൂളൊക്കെ ഇടുമല്ലോ. പിന്നെ വൈനിസ്തനത ലിമാ ലൗ സാല അൻഹു ലസഖത. ഒന്നിലേക്ക് ചാരിയാലും ശരി, ആര്? ആ ഖായിദ്. വൈനിസ്തനത ഖായിദ് ചാരിയാലും ലിമാ ഒന്നിലേക്ക്, ലൗ സാല അൻഹു ആ ഒന്ന് നീങ്ങിയാൽ, ആരെ തൊട്ട്? ഇവനെ തൊട്ട് നീങ്ങിയാൽ ലസഖത. ഈ ഖായിദിനെ തൊട്ട് ആ ഒന്ന് നീങ്ങിയാൽ ലസഖത, ഈ ഖായിദ് മറിഞ്ഞു വീഴും. അങ്ങനത്തെ ഒന്നിലേക്ക് ചാരി. അങ്ങനെയല്ല, ചാരി ഇരുന്ന് ഉറങ്ങുമ്പോൾ ചാരി ചെയ്താണ്ട് വലിച്ചാൽ മറിഞ്ഞു വീഴുമല്ലോ. പക്ഷെ ഇവിടെ മുമക്കിനുൻ മഖഅദാണോ എന്നേ നോക്കുള്ളൂ. അവിഹിത്തബ, അല്ലെങ്കിൽ ഇവൻ എന്താണ് എഹിത്തിബാ ചെയ്തു, അങ്ങനെ മുട്ട് കെട്ടിയിരിക്കുകയാണ്. അതായത് ചന്തി നിലത്തി വെക്കുക, മുട്ട് മുകളിലേക്ക് ഉയർത്തി വെക്കുക. ഇതിനാണല്ലോ എഹിത്തിബാ എന്ന് പറഞ്ഞത്. അത് പിന്നെ 2 മുട്ടും കൂടി കൈ കൂട്ടി കെട്ടിയാലും ശരി, അല്ല എന്താണ് ഒരു മുണ്ടുകൊണ്ടൊക്കെ കെട്ടുമല്ലോ, ചിലപ്പോൾ തോർത്ത് മുണ്ടുകൊണ്ടൊക്കെ. അങ്ങനെ കെട്ടണം കെട്ടാതിരിക്കുക അതില്ല. ചന്തി കുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ മുട്ടിയും കൊണ്ട് മുകളിലേക്ക് മടക്കി വെച്ചു, അങ്ങനെ ഇരുന്നു. എന്നാലും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഖൈദുണ്ടതാ. വലൈസ ബൈനഹു, ആ എഹ്തിബായിന് ഖൈദ്. വലൈസ ബൈന ബഅലി മഖഅദിഹി വ മഖർരിഹി. ഇവൻ്റെ മഖഅദ് എന്ന് പറഞ്ഞാൽ 2 ചന്തി, മഖർ എന്ന് പറഞ്ഞാൽ ഇരുന്ന സ്ഥലം. ഇത് രണ്ടിൻ്റെയും ഇടയിൽ എന്തുണ്ടാകാൻ പാടില്ല? അതിൽ അല്പത്തിൻ്റെയും ഇടയിൽ എന്നാ തജാഫിൻ, വിടവുണ്ടാകാൻ പാടില്ല. അല്ലെ, വിടവില്ല. ലൈസ ബൈന തജാഫിൻ എന്ന് പറഞ്ഞാൽ ലൈസൻ്റെ ഇസ്മ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിടവില്ല. അങ്ങനെ വിടവില്ലാത്ത സ്ഥിതിയിൽ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല.
അപ്പോൾ വിടവില്ലായിരിക്കാൻ അവിടെ എന്തോ വെച്ച് എന്താണ്, അതായത് ഇങ്ങനൊരു പൊക്കമുണ്ട് എന്ന് വെച്ചാൽ മതി അല്ലേ, മുമ്പിൽ അവിടെ ഒരു പൊക്കമുണ്ട്, ആ പൊക്കത്തിലേക്കാണ്ട് ചാരി വെച്ചതാണ്. പിന്നെ ലിൽ അമ്നി, അപ്പോൾ ഈ ഇല്ലാ നൗമ മുമക്കിനിൻ മക്കായതഹു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നീങ്ങിയാൽ ഒഴികെന്ന് പറഞ്ഞ്. അപ്പം അതിന് കാരണം പറയുന്നു ലില്ലമ്നി, അമ്നുണ്ട്, നിർഭയത്തുണ്ട്, പേടിയില്ല. മീൻ ഹുറൂജ് ഷെയ്ൻ ഹൈനൈദിൻ, അങ്ങനെ എന്താണ് മുമക്കിനും മക്കായതാവുമ്പോൾ ഒരു ഷെയ് പുറപ്പെടുമോ എന്ന പേടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വലൈഹി ഹമൽന, അപ്പോൾ ഈ മുമക്കിനും മക്കായതാണ് എന്നതിൻ്റെ മേലെ നമ്മളെ ഹംലി ചെയ്യും. ഏത് സഹാബത്ത് ഉറങ്ങിയിട്ട് ഒതുകൊടുക്കാൻ സ്കരിച്ചു എന്ന് ഹദീസുണ്ട്. അപ്പോൾ അവർ മുമക്കിനും മക്കായതായി ഉറങ്ങിയതാന്ന് നോക്കണം. അതാ വലൈഹി ഹമൽന ഖബറ മുസ്ലിമിൻ, ഇമാം മുസ്ലിം റളിയല്ലാഹുവിന്റെ ഹദീസ്, അന്ന സഹാബത്ത് റളിയല്ലാഹു കാനു യനാമൂന സുമ്മ യുസല്ലൂന വലാ യതവല്ലഊന. വഫി റിവായത്തിൽ അബീ ദാവൂദ, നേരത്തെ പറഞ്ഞ മുസ്ലിമിന്റെ റിവായത്താണ്. അബൂദാവൂദിന്റെ റിവായത്തിലുണ്ട് യനാമൂന ഹത്താ തുഖ്ഫിഖ റൂസുഹുമുൽ അർള, അല്ലെ ഹത്താ തഖ്ഫിഖ റൂസുഹുമുൽ അർള, അവരുടെ തല തട്ടുന്നത് വരെ. ഭൂമിയിൽ തട്ടുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അങ്ങ് തട്ടിയാൽ എന്താവും, ചന്തിയാണ്ട് ഉയർന്നു പോരൂലേ, അപ്പൊ തട്ടാനായിട്ടുണ്ട് എന്ന്, ആ രീതിയിലാണ്ട് കുനിയും എന്നർത്ഥം. അങ്ങനെ അതപ്പോൾ ഉറപ്പിച്ചിരുന്നതാണ് നോക്കണം. യൂഹദുമിൻ കൗലിഹി ലില്ലംനി, അപ്പൊ അമ്നുള്ളത് കൊണ്ട് മുറിയില്ല എന്നല്ലേ പറഞ്ഞേ. അപ്പൊ എന്തായി, ഉറങ്ങിയരുത, ഓൻ കിടന്നുറങ്ങിയത്, ഒരാളെന്ത് ചെയ്തു, കിടന്നുറങ്ങി. ഇവൻ കിടന്നുറങ്ങിയപ്പോ എഴുന്നേറ്റപ്പോ മഴസൂമായ ഒരാൾ വന്ന് പറഞ്ഞ് നിന്നിൽ നിന്നൊന്നും പുറപ്പെട്ടിട്ടില്ല. എന്നാ പിന്നെ അമ്നുണ്ടായല്ലോ, പുറപ്പെട്ടില്ല എന്നല്ല, എന്നാ ഒന്നും അറിയോ ഇല്ല എന്ന് പറയുന്നത്. അതാ മസല. യൂഹദുമിൻ കൗലിഹി ലില്ലംനി ഇലാ ആഖിരിഹി അന്നഹു ലൗ അഖ്ബറ നായിമൻ, എന്താണ് അന്നഹു കാര്യം, ലൗ അഖ്ബറ നായിമൻ ഗൈറ മുമക്കിനിൻ, മുമക്കിനല്ലാതെ ഉറങ്ങിയ ഒരാളോട് പറഞ്ഞു, മഅസൂമുൻ, മഅസൂമായ ആള് പറഞ്ഞു എന്ന്. അപ്പം എങ്ങനെ മഅസൂമായ ആള് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈസാ നബി അല്ലേ, അതിന് വന്നിട്ട് വേണ്ട, ആയിക്കോട്ടെ, മസല ഒന്നും വേണമല്ലോ, ഷാഫി മദ്ഹബുകാർ അന്നും ഉണ്ടാവുമല്ലോ, നമ്മളെ തൊഴിൽ കിതാബും ദർസൊക്കെ അന്നും ഉണ്ടാവും. കൽ ഖളിരി, വേറെ ഇപ്പോൾ ഉള്ള ആളുണ്ട്, അതാ ഖളിർ അലൈഹിസ്സലാമിനെ പോലെ എന്ന് പറഞ്ഞാൽ ഈസാ നബിയാണ് അല്ലേ. ഇദ്രീസ് നബിയും എന്താണ് ആകാശത്തിലെ ഹയ്യാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്താണ് രണ്ട് നബിമാര് ഭൂമിയിലും രണ്ട് നബിമാർ ആകാശത്തിലെ ഹയ്യാന്നൊക്കെ ഇപ്പൊ അയിമത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു നബി പറഞ്ഞു ബിനാ അന്നലല്ല സഹി അന്നഹു നബിയന, അത് ഖളിർ അലൈഹിസ്സലാം പറഞ്ഞാൽ എങ്ങനെ ശരിയാ മഅസൂമാകുക, ഖളിർ വലിയാണെന്ന് അഭിപ്രായമല്ലേ, അല്ല നബിയാന്ന് നോക്കുമ്പോൾ മഅസൂമാണല്ലോ എന്നതാ. ബിനാ അന്നല അലല്ല സഹി അന്നഹു ഖളിർ അലൈഹിസ്സലാം നബിയുൻ, നബിയാണ് എന്ന അസഹിന്റെ മേലെടുത്തിട്ട് ഖളിർ. അപ്പൊ ആ ഉദാഹരണത്തിന് പറഞ്ഞതാണ് ബിനാ അൻ. മഅസൂമിന് കൽ ഖളിരി എന്ന് ഉദാഹരണം പറഞ്ഞത് ബിനാ അന്നിന്റെ മേലെടുത്തിട്ടാണ്. എന്താ പറഞ്ഞത്, പറഞ്ഞ വിഷയം ബി അന്നഹു ലം യഖ്റുജു മിന്നു ഷൈഉൻ എന്ന് ഇഖ്ബാറാക്കീന. ലൗ അഖ്ബറ മഅസൂമുൻ, മഅസൂമ് പറഞ്ഞു ബി അന്നഹു, ആ നായിമ് ഗൈറു മുമക്കിനായ നായിമ് ലം യഖ്റുജു മിന്നു, അയാളെന്ന് പുറപ്പെട്ടിട്ടില്ല, ഷൈഉം പുറപ്പെട്ടിട്ടില്ല. എന്നാൽ അമ്യൻ തക്കിൽ ഒതു മുറിയില്ല, കാരണം ഉളൂഉഹു, അവന്റെ ഒതു മുറിയില്ല. കാരണം എന്താ, ഈ അമ്നുണ്ടല്ലോ, നിർഭയത്തുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ അവൻ ഉറപ്പായല്ലോ പുറപ്പെട്ടില്ല എന്നല്ലേ. വഅത്തമദഹു ബഅദുഹും, ഈ മഅഖൂദിനെ യൂഖദു മിൻഹു എന്നല്ലേ പറഞ്ഞു, ഈ മഅഖൂദിനെ ബഅദ് ലഅയിമ്മത്ത് എന്താക്കി, ഇഅ്തിമാദ് ചെയ്തു. അങ്ങനെ തന്നെ. എന്നാൽ വഖത്ത് തുനാസിഉഹു, അതിനെതിരാകുന്നുണ്ട്, ആ മഅഖൂദിനെതിരാകുന്നുണ്ട് ഖായിദത്തു അന്നമാ നീത ബിൽ അന്നമാ നീത ബിൽ മലിന്നത്തി എന്നാണ് എൻ്റെ കിതാബിൽ എന്താ ഇപ്പോൾ വായിക്കുക, ബിൽ ബിത്നത്തി എന്നാണ് അവിടെ ഉള്ളത്, അത് ശരിയല്ലല്ലോ. ബിൽ മലിന്നത്തി, മലിന്നത്തുമായി ബന്ധപ്പെടുത്തിയ ഒന്ന്, ലാ ഫർഖ ബൈന ഉജൂദിഹി വഅദിമിഹി, ആ ഒന്ന് ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അതിൻ്റെ ഇടയിൽ വ്യത്യാസമില്ല, അപ്പം ആ ഹുക്കുമുണ്ടാകും എന്നാ. മലിന്നത്തുമായി ബന്ധപ്പെടുത്തിയ ഒരു ഹുക്കുമ്, ഒരു കാര്യം അല്ല, ഒരു കാര്യം അതിൽ അത് ഉണ്ടായാലും ഇല്ലെങ്കിലും എന്താണ് ഒരു ഹുക്കുമെന്നല്ല, ഒരു വിഷയം, പിന്നെ അതുണ്ടായാലും ഇല്ലെങ്കിലും വ്യത്യാസമില്ല എന്ന കായിക ഈ മഹ്ഖൂദിനെതിരാ. അതിന് ഉദാഹരണം പറയുന്നത് ഏത്, മലിന്നത്തുമായി ബന്ധപ്പെടുത്തിയ കൽ മഷക്കത്ത് ഫി സഫരി, യാത്രയിൽ മഷക്കത്തുണ്ടായി,
അപ്പോൾ മശക്കത്തുണ്ടാകും എന്നത് വെച്ചിട്ടാണല്ലോ കസറ് അനുവദിച്ചത്, ജമ്മ് അനുവദിച്ചത്, യാത്രയിൽ 3 ദിവസം ഖുഫ തടകാമെന്ന് തീരുമാനിച്ചതൊക്കെ. പക്ഷേ ഇപ്പോൾ മശക്കത്തില്ലാത്ത യാത്രകൾ ഇഷ്ടം പോലെ ഇല്ലേ? അപ്പോൾ അതാ, അപ്പോൾ ഇതെല്ലാം ജായിസാകുക മശക്കത്തുണ്ടായെങ്കിലും ഇല്ലെങ്കിലും. എന്ന പോലെ ഈ പറഞ്ഞത് എന്ത്, മൈസൂം വന്നിട്ട് ഇത് പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി മലിന്നത്തുമായി ബന്ധപ്പെടുത്തിയതാണ്. അതായത് ഉറക്കം എന്ന് പറഞ്ഞത് മലിന്നത്താണ്. അപ്പം എന്താവും, ഇയാൾ മുമക്കിനല്ല എന്ന നിലയിൽ ഉറങ്ങിയത് കൊണ്ട് ഒതു മുറിഞ്ഞ്, അതിന് മൈസൂം എന്ന് പറഞ്ഞാലും ഒതു മുറിഞ്ഞ് എന്ന് തന്നെയാണ് വരേണ്ടത് എന്ന കായിക. എന്നാൽ അലാഹാദ യത്തജിഹു അദ്ദുൽ മത്തിനി സവാല നഫ്സഹു ബി ഗൈരി നായിമിൽ മുമക്കിനി സബബൻ ലിൽ ഹദസി. അപ്പം ഇതിൻ്റെ മേലെടുത്താൽ എന്ന് പറഞ്ഞാൽ ഈ കായിദൻ്റെ മേലെടുത്താൽ അല്ലേ, യത്തജിഹു ആ ഫർക്കില്ല എന്ന് പറഞ്ഞാൽ ഈ കായിദ ഉണ്ടല്ലോ, അതിൻ്റെ മേലെടുത്താൽ യത്തജിഹു ന്യായമാണ് അദ്ദുൽ മത്തിനെ എണ്ണിയതിന് അസവാല നഫ്സഹു സവാലിനെ തന്നെ എണ്ണി എന്തായി സബബൻ ലിൽ ഹദസി അസ്ബാബുൽ ഹദസി വഹിയ അർബഅത്തുന്ന എന്നിട്ട് അല്ലവലു വസാനി എന്നിങ്ങനെ പറഞ്ഞു വന്നല്ലേ. അപ്പോൾ ഹദസിൻ്റെ സബബ് ആ സവാല് തന്നെയാക്കി. ആരിലുള്ള എന്താണ് സവാല്, ഫി ഗൈരി നായിമിൽ മുമക്കിനല്ലാത്ത നായിമിലുള്ള സവാലിനെ തന്നെ സബബൻ ലിൽ ഹദസി അതിൻ്റെ സബബാക്കി. ഇത് ന്യായമാണ്. അമ്മാലല്ല പോലെ. അപ്പോൾ ആദ്യം പറഞ്ഞ ആ മൗഖൂദോ, ആ മൗഖൂദിൻ്റെ മേലെടുത്താൽ ഇതിനെ എങ്ങനെ എന്താക്കുക, സബബാക്കുക. ഫവജ്ഹു അദ്ദിഹി, അപ്പോൾ ആ എന്താണ് സവാലിനെ എണ്ണൽ, സവാലിനെ ആരുടെ സവാല്, നായിമുൻ ഗൈറു മുമക്കിനായ എന്താണ് അയാളെ ആ സവാലിനെ എണ്ണൽ. അതിൻ്റെ ന്യായം അന്നഹു സബബുൻ ലി ഖുറൂജി ശൈഇൻ മിന ദുബറിൽ നിന്നൊരു ഷെയ് പുറപ്പെടാനുള്ള സബബാണ്. ഗാലിബിലും അങ്ങനെയാണ്. അപ്പോൾ ഗാലിബ് അങ്ങനെ ആയതുകൊണ്ട് ആ ഗാലിബിനെ തഗലീബാക്കിയിട്ട് അത് നോക്കിയിട്ട് അതിനെ എണ്ണീന. പിന്നെ ഫക്കഅന്നഹു ഖാല, അപ്പോൾ മൊത്തം നോക്കുമ്പോൾ മുസന്നിഫ് പറഞ്ഞ പോലെ ഉണ്ട്. എന്താണ് അൽ അവ്വലു, എന്തെന്ന് അവ്വല്, 4 അൽ ഖുറൂജു നഫ്സുഹു, എന്താണ് ഖുറൂജു ശൈഇൻ മിൻ ഖുബ്ലിഹി ഔ ദുബരിഹി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതാണ് ആ ഖുറൂജു നഫ്സുഹു. അവസാനി സബബുഹു, ആ ഖുറൂജിൻ്റെ സബബാണ്. അതേതാ സവാലുൽ അഖ്ലി എന്ന് പറഞ്ഞത് അതിൻ്റെ സബബ്. അത് ഒന്നിൽ ഗാലിബായ നിലയ്ക്ക് സബബാണ്, അല്ലെങ്കിൽ മറ്റേതനുസരിച്ച് ഹഖീഖിയായ ശരിയായ സബബാണ്. ഇങ്ങനെ പിന്നെ വഖറജ ബിൽ ഖായിദിൽ മുമക്കിനി, ഖായിദും മുമക്കിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്താണ് അതിൻ്റെ മുഅ്തറസുകൾ പറയുക. ഗൈറുഹു, പിന്നെ ഖായിദ് മുമക്കിൻ അല്ലാത്ത ആൾ പുറപ്പെട്ടു. ഏതുപോലെ കന്നായി മേല ഖഫാഹു, കണ്ടോ മലർന്ന് കിടന്നുറങ്ങുന്ന ആൾ, ഖഫാഹു അനായിമിൻ്റെ കഫ പരിടിയല്ലേ മലർന്ന് കിടക്കുക. വൈനിസ്തസ്ഫറ, ഇവൻ എന്ത് ചെയ്തു, ഇവൻ്റെ ഇസാറിനെ മലർന്ന് കിടന്നപ്പോൾ ഇവൻ്റെ ഇസാർ അതിനെന്ത് ചെയ്തു, ഇങ്ങോട്ട് ചുരുട്ടി വെച്ചാലും ശരി, എന്ത് 2 ചന്തിൻ്റെ ഇടയിലേക്ക് ഇങ്ങോട്ട് ചുരുട്ടി വെച്ചു. എന്നിട്ട് അൽസഖ മഖഅദഹു ബി മഖർരിഹി, എന്നിട്ട് ഇവൻ്റെ ചന്തി 2ഉം ചേർത്ത് വെച്ചു. ബി മഖർരിഹി, ഇവൻ്റെ ഇരിപ്പിട സ്ഥാനത്തോട്ട്. ഇരിപ്പിട ഇവൻ കിടക്കുന്നതായതുകൊണ്ട് ആ മഖർ എന്ന് പറഞ്ഞാൽ ചന്തി ഉള്ള കുത്തുന്ന സ്ഥലം, അവിടത്തേക്ക് അങ്ങോട്ട് ചേർത്ത് വെച്ചു. ഇതുകൊണ്ടാവൂല, കാരണം എന്താ, അങ്ങനെ ആകുമ്പോൾ ഒരു ഉറപ്പ് കിട്ടൂല. അതാണ് ഇരിക്കുമ്പോൾ അമർത്തുന്ന പോലെ ഒരു അമർത്തൽ കിട്ടൂല. അപ്പോൾ കാറ്റ് പോകാൻ എന്ത് സാധ്യതയുണ്ട്. വബിൻ നൗമി, നൗമ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉറപ്പെട്ടു. നുആസു, നുആസ് എന്ന പോലെ അവായിലു നശുവത്തി സക്കിരീന അല്ലേ സുക്കിരി, അവിടെ 2 ഉണ്ട്. പക്ഷേ നഷ്വത്ത് എന്നാ വേണ്ടിയ. അവിടെ നമ്മളിപ്പോൾ പുതിയ തഹീഖാക്കിയ തുഹഫയിൽ നഷ്അത്ത് എന്ന് ഹംസയാണ് എഴുതിയിട്ടുള്ളത്. അത് ശരിയാവില്ല. അത് നഷ്അത്ത് എന്ന് പറഞ്ഞാൽ വളരുക എന്നതിൻ്റെ അർത്ഥം. ഇത് നഷാനഷ്വത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മയക്കം എന്നർത്ഥം. സക്കിർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധിയുടെ തമ്മീസ് നീങ്ങാണല്ലോ. അതിന് മുമ്പ് ഒരു മയക്കം ഉണ്ടാവും, ഒരു പുക പോലൊരു മയക്കം. അത് എന്താണ്, അത് പുറപ്പെട്ടു. അതുകൊണ്ട് എന്ത് മുറിയൂല, ഒതു മുറിയൂല. അതിൽ ബക്കാ നൗമിന തമ്മീസി മാഹുമ, ആ അവായിലു നഷ്അത്തി സക്കറും നുആസും ഉണ്ടാവുമ്പോൾ എന്താണ്, നൗമിന തമ്മീസ് ബാക്കിയുണ്ട്. അതാ നൗമിന തമ്മീസ് ബാക്കിയുണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? ഇത് പിന്നെ അലാമാത്തിൻ നുആസി സമാഉ കലാമിൽ ഹാലിരീന ഉണ്ടോ. അപ്പോൾ അത് വൈലം എഫ്എംഹു, അത് തിരിയുന്നില്ലെങ്കിലും അപ്പോൾ ആ നുആസ് പോലെ തന്നെയാണ് അവായിലു സക്കറും. അപ്പോൾ അത് അവിടെ എന്ത് ചെയ്യുക, കലാമൊക്കെ കേൾക്കും. അങ്ങനെയാണ്. ഇനി
അപ്പോൾ ഈ ശരിക്കും സക്കർ എന്ന് പറഞ്ഞാൽ തെമ്മീസ് നീക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭ്രാന്തന്മാരെ പോലെ എന്താണ് മുഹമ്മൻ അലേഹിയെ പോലെ ഉറങ്ങുന്ന എന്താണ് ശരിയായ ഉറക്കം പോലെ ഒന്നും തിരിയാത്തൊരവസ്ഥ. സംഗതിയൊക്കെ കാണുന്നുണ്ടെങ്കിലും ആണും പെണ്ണും ബാപ്പയും ഇതൊന്നും തിരിയാത്തൊരവസ്ഥ വരും. മനുഷ്യനെയും എന്ന പോലെ തൂണൊന്നും തിരിയൂല. അതുകൊണ്ട് പോസ്റ്റിൻ്റെ അവിടെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടെ പോയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് മനുഷ്യനാന്ന് വിചാരിച്ചിട്ട് അതൊന്നും തിരിയൂല. അങ്ങനെയാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തണം. ഈ അവായിലുൻ നഷ്വത്ത് എന്ന് പറഞ്ഞതിലേക്കും എത്താതെ എന്താണ്, അല്ലാതെ കുറച്ച് കള്ളുപിടിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് എന്താവില്ല, സക്കർ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ തൊഴിലാളികൾ പലരും എന്താണ് മദ്യപിച്ചിട്ട് ആണല്ലോ. എന്നാൽ ഇപ്പോൾ കൂടുതലായി മദ്യപാനം ഈ ലൈംഗികമായ എന്താണ് ആസക്തി കൂടാനും ആസ്വാദനം കൂട്ടാനും ഒക്കെ അപ്പോഴൊക്കെ എന്തുണ്ടാവും, അത് ഒരു മിതമായ അളവിൽ അവർക്കൊക്കെ അറിയാം അതിൻ്റെയൊക്കെ അളവ്. അത് എന്താണ് ആണെങ്കിൽ ഈ നഷ്വത്തിൻ്റെ അവിടത്തേക്കും ചിലപ്പോൾ എത്തൂല. നഷ്വത്ത് എത്തിയാൽ എന്താണ് കുറച്ചൊരു ലുഴഫൊക്കെ തുടങ്ങും അവയവങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ സക്കർ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിക്കാഹിനൊക്കെ വരുന്നവരെ മദ്യം ഇങ്ങനെ മണക്കുന്നുണ്ടാവും. അവർക്ക് ഈ അവായിലും നഷ്വത്തും എത്തിയിട്ടുണ്ടാവില്ല. പിന്നെ നിക്കാഹിന് വരുന്നതെന്ന് പറഞ്ഞാൽ നിക്കാഹിന് വിലായത്ത് വലിയായിട്ട് ഉണ്ട്. നിക്കാഹ് കെട്ടിക്കാനും അല്ലെ പുതിയാപ്പിളയും വലിയൻ്റെ വർത്താനം ഞാൻ പറഞ്ഞ, അല്ലാതെ പരിപാടിക്ക് വരുന്നവരല്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ വലായന്തക്കിൽ ഉളു ഷാക്കിന്, ഇനി സംശയിച്ച ആളുടെ ഉളു മുറിയൂല. ഹൽ നാമ അവൻ ആസ ഔ ഹൽക്കാന മുമക്കിനൻ ഔല, ഇതൊന്നും സംശയിച്ച ഉളു മുറിയൂല. ഔ ഹൽ സാലത്ത് അല്യത്തുഹു കബലൽ യഖലത്തി ഔ ബഅദഹ, അല്ലെങ്കിൽ ഇവനെ എന്താണ് ഇങ്ങനെ ചാരിയൊക്കെ ഇരുന്ന് ഉറപ്പിച്ചിരുന്നിട്ടാണ് ഉറങ്ങിയത്. പിന്നെ ഉണർന്നപ്പോൾ ഇവന് ഇരുന്നോടത്തുനിന്ന് ലേശം മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയം, ഞാൻ ഉണർന്നതിന് ശേഷമാണോ മാറിയത് അല്ല അതിന് മുമ്പാണോ? എന്നാലും ഇതിവിടൊക്കെ എന്താണ് ഒതു മുറിഞ്ഞോ എന്നുള്ളതാണ് ഷക്ക്. അപ്പോൾ മുറിഞ്ഞില്ല എന്നുള്ളതാണ് അസില്. തയക്കുനുറുയ്യ എന്നാൽ അവിടെ വേറൊരു മസാല, അതായത് സ്വപ്നം കണ്ടെന്ന് ഉറപ്പുണ്ട് ഈ ഇരുന്നിരുത്ത ഉറക്കത്തിലെ മാദിമി തതക്കുരി നൗമിൻ, ഉറങ്ങിയത് ഓർമ്മയില്ലാതെ സ്വപ്നം കണ്ടെന്ന് ഓർമ്മ ഉണ്ടായാൽ കുഴപ്പമില്ല. ലാ അസറ ലഹു, അതിന് തഹ്സീറില്ല, അതുകൊണ്ടൊന്നും മുറിയില്ല. ബി ഖിലാഫി മാഷക്ക് ഫി, ഉറങ്ങിയോ എന്ന സംശയത്തോടുകൂടെ സ്വപ്നം കണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിന് അസറുണ്ട്. അതാ ബി ഖിലാഫിഹി ആ തദക്കുർ അല്ല തയക്കുനുൽ അറുഇയ അതിന് എതിരായിട്ട് മാഷക്ക് ഫിഹി ആ നൗമിൽ ഷക്കുണ്ടാകുന്നതോടുകൂടെ. കാരണം എന്താ അന്നഹ റുഇയ അത് മുറജ്ജഹത്തുൽ അഹദി തൊറഫൈഹി, ആ ഷക്കിൻ്റെ രണ്ട് തൊറഫിൽ ഒന്നിനെ തെർജീഹാക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം അത് ഇങ്ങനെ എന്താണ് ചാരിയിരുന്ന് മുത്തമക്കിനും മക്കായതൊന്നും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ കിടന്ന് ഒന്നിലൊന്ന് കിടന്ന്, അപ്പോൾ കിടന്നിങ്ങനെ കണ്ണു ഒന്ന് വാങ്ങി, പക്ഷെ ഉറങ്ങിയത് ഓർമ്മയില്ല, സംശയമൊന്നുമില്ല, സ്വപ്നം കണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ടേ കണ്ണടച്ചിങ്ങനെ ഇരുന്ന് ഉറങ്ങി എന്നുള്ള സംശയമില്ല, ഇതൊന്നുമില്ല. പക്ഷേ ഒരു സ്വപ്നം കണ്ടത്, അത് ആ സ്വപ്നം കാണുക ഇല്ല എന്ന് പറയാൻ കാരണം ആ ഉണർച്ചയിലും സ്വപ്നം കാണും. അതിനാണല്ലോ ദിവാസ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നം മൂന്നിനാണെന്ന് ഹദീസിലും ഉണ്ടല്ലോ. അതൊന്ന് ഹദീസിൻ നഫ്സായിരിക്കും. ഇവൻ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നത് ഇങ്ങനെ കാണും. ഒന്ന് പിന്നെ ഷെയ്ത്താൻ്റെ ഭാഗത്തു നിന്നാണ്, ഒന്ന് പിന്നെ അള്ളാൻ്റെ ഭാഗത്തു നിന്നാണ് എന്നാണ്. അപ്പം ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നത് കാണും. അപ്പം ഇങ്ങനെ സ്വപ്നം കണ്ടതൊക്കെ ഭയങ്കര സംഭവമാണെന്നൊന്നും പറയണ്ട, അതൊരുത്തൻ്റെ മനസ്സിലിങ്ങനെ ആലോചിച്ച് നടക്കുന്നതൊക്കെ കാണും. പിന്നെ എന്താണ് വുളൂ നബിയ്യിന സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ നബീൻ്റെ വുളൂവും മുറിയൂല. നേരത്തെ പറഞ്ഞില്ലേ വലായന്തഖിലു വുളൂ ഷാക്കിൻ, അതിൻ്റെ മേലെ എത്തുക വലാ വുളൂ നബിയ്യിന കസായിരിൽ അംബിയായി സല്ലല്ലാഹു അലൈഹിം വസല്ലം വബാറക്. അപ്പോൾ ഇവരുടെ ആരെയും ഒതു മുറിയൂല ബിന്നൗമി ഉറങ്ങിയാൽ. കാരണം എന്താ ഈ ബക്കായി യഖലത്തി ഖുലൂബിഹിം, അവരുടെ ഖുലൂബിൻ്റെ യഖലത്ത് ബാക്കിയുണ്ടല്ലോ. അവരുടെ ആയിഷ ബീവിനോട് പറഞ്ഞല്ലോ, അത് ഖൽബ് ഉറങ്ങൂല, കണ്ണേ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് യഖലത്ത് ബാക്കിയുണ്ട്, ഹൃദയം. അപ്പോൾ എന്തെങ്കിലും പുറപ്പെട്ടാൽ അവർക്ക് അറിയാമെന്നർത്ഥം. ഫത്തുദിരിക്കുൽ ഖാരിജ, അപ്പോൾ ആ ഹൃദയം, അവരുടെ ഹൃദയം ഖാരിജിനെ ഇദ്റാക്കി. അപ്പോൾ വേറെ ഇഷ്കാലി അതുമു ഇദ്റാക്കിഹിലി തുലൂ ഷംസി ഈ കിസ്സത്തിൽ വാദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കൂടി ഒരു യാത്രയിൽ ഒരു വാദിയിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്ത് വിളിക്കാൻ ആളെ കേൾപ്പിച്ചിട്ട് കിടന്നുറങ്ങിയല്ലോ. എല്ലാവരും ഉറങ്ങിപ്പോയി അല്ലേ, ഒന്നിലധികം സംഭവം ഉണ്ടത്. പിന്നെ അപ്പോൾ ആ കിസ്സത്തുൽ വാദിയിൽ
സൂര്യൻ ഉദിച്ചിട്ടാണ് സൂര്യൻ ഉദിച്ചിട്ടും അറിഞ്ഞിട്ടില്ല. തുലൂഉ ശംസിനെ ഇദ്റാക്ക് ചെയ്തിട്ടില്ല. ആരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും ഇദ്റാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്റാക്ക് ചെയ്തിട്ടില്ല തുലൂഉ ശംസി ഫീ ഖിസ്സത്തിൽ വാദി. അപ്പോൾ എന്താണ് സുബഹിയൊക്കെ ഖളായി സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് അറിയുന്നത്. അതിൽ അന്ന റുയത്തഹ മിൻ വളായിഫിൽ ബസരി, അത് സൂര്യനെ കാണുക എന്നുള്ളത് കണ്ണുകൊണ്ടുള്ളതല്ലേ, കണ്ണടച്ചിട്ടല്ലേ ഇപ്പോൾ ഉറങ്ങുന്നത്. അപ്പോൾ കണ്ണടച്ചിരിക്കുമ്പോൾ അറിയൂല അല്ലേ, അങ്ങനെയാണ്. പിന്നെ അല്ലെങ്കിൽ സറഫൽ ഖൽബ അൻഹു, അല്ലെങ്കിൽ ലിയന്ന സർഫൽ കൽബിയാനു, സർഫല്ല സർഫ മസ്തറായിട്ട് വായിക്കുക, റുയത്തഹ എന്നുള്ള എൻ്റെ മേലത്തവ്, അല്ലെങ്കിൽ ലിയന്ന സർഫൽ കൽബി എന്നാവും അർത്ഥം. അപ്പോൾ ഇതിനെ തൊട്ട് ആ ഇദറാക്കിനെ തൊട്ട് ഹൃദയത്തിന് എന്താണ് തിരിച്ചു കളഞ്ഞു. അപ്പോൾ ഔ സർഫൽ കൽബി എന്ന് പറഞ്ഞാൽ ഹൃദയം എന്താണ് ഉണർന്നിരുന്നാൽ തന്നെ സൂര്യനെ കാണണം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ എന്താണ് പ്രകാശം തുലൂഉ ശംസ് ഇദ്റാക്ക് ചെയ്യണം എന്നാണ് പറയുന്നതെങ്കിൽ അപ്പോൾ അവിടെ എന്ത് ചെയ്തു, ആ കൽബിനെ അല്ലാഹു തആല തിരിച്ചു കളഞ്ഞതാണ്. അൻഹു എന്തിനെ തൊട്ട്, ഇദ്റാക്കിനെ തൊട്ട് തിരിച്ചു കളഞ്ഞതാണ്. എന്തിനു വേണ്ടി, ലിത്തശ്രീഇ തശ്രീഇന് വേണ്ടി. ശറഇന്റെ കുറേ ഹുക്മ അവിടെ പറയാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ആ ഇദ്റാക്ക് ശംസിന്റെ തുലൂഇന്റെ ഇദ്റാക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അല്ലാഹു തആല ശ്രദ്ധ തിരിച്ചു കളഞ്ഞു. ഇങ്ങനെയാണ്. അപ്പോൾ സർഫൽ കൽബി അന്നു ലിത്തശ്രീഇ എന്ന് ലിത്തശ്രീഇ ഖബറായിട്ട് അങ്ങനെ. പിന്നെ പറഞ്ഞാൽ മുസ്തഫാദി മിൻഹു, ആ തശ്രീഇൽ നിന്ന് ഫായിദ ഒപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഫി ഹാദിഹിൽ ഖിസ്സത്തി, ഈ ഖിസ്സയിലെ എന്താണ് ആ തശ്രീഇൽ നിന്ന്. മിൻഹു എന്ന് പറഞ്ഞാൽ അമീർ തശ്രീയിലേക്ക് അല്ലേ മടങ്ങുക. ഉസ്തുഫീദ മിൻഹു എന്നാവില്ലേ അർത്ഥം. ലിത്തശ്രീഇ അല്ലദി ഉസ്തുഫീദ മിൻഹു ഫി ഹാദിഹിൽ ഖിസ്സത്തി മാ ലാ യുഹ്സാ കസറത്തൻ മിനൽ അഹ്കാമീന. മുസ്തഫാദി എന്ന് പറഞ്ഞതിൻ്റെ നായിഫായിലാണ് മാലാ യുഹ്സ കസറത്തൻ, എന്താണ് ഒരുപാട് കസീറായ ഹുക്കുമുകൾ, അതിന് ബയാനാണ് മിനൽ അഹ്കാമി, അത് കിട്ടിയിട്ടുണ്ട്. അതിനു വേണ്ടി ഹൃദയം തിരിച്ചതാണ്. അപ്പോൾ ഇവിടെ അംബിയായിൻ്റെ എന്താണ് ഒതുമുറിയില്ല എന്ന് പറഞ്ഞ ഹുക്കുമ് അല്ല, വേറെ കുറേ ഹുക്കുമെന്നാ. വേറെ കുറേ ഹുക്കുമെന്താ, അത് അങ്ങനത്തെ വാദിയിൽ അവിടുന്ന് പിന്നെ എഴുന്നേറ്റിട്ട് ഇവിടെ നമുക്ക് നിസ്കരിക്കേണ്ട, കുറച്ച് അങ്ങോട്ട് പോയി നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിട്ടാണല്ലോ നിസ്കരിച്ചത്. അവിടെ ഫുഖഹ ഇഖ്തിലാഫ് ആയിട്ടുണ്ട്, അതെന്താ കുറച്ച് അങ്ങോട്ട് പോയിട്ട് നിസ്കരിച്ചത്. ഹനഫിയത്ത് പറയുന്നത് അത് ഈ പിന്നെ തുലൂഉ ശംസ് മുതൽ പിന്നെ റുംഹ് ഖദറു റുംഹ് ഉയരുന്നത് വരെയുള്ള സമയത്ത് ഒരു നിസ്കാരവും പാടില്ലല്ലോ, നിസ്കാരം ഖളാ വിട്ടാനും പാടില്ല. അന്നത്തെ സുബഹിയാണെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം എന്താ, അതിൽ നിന്ന് തെളിപിടിച്ചതാണ്. അല്ല നമ്മൾ പറഞ്ഞതോ അതുകൊണ്ടല്ല, ഉദുറുള്ളതുകൊണ്ട് ബന്ധിച്ചാണ്. ഉദുറുണ്ടല്ലോ, അപ്പോൾ ഉദുറുണ്ടായിട്ട് ബന്ധിക്കാം, അത് വേറൊരു ഹുക്കുമാണ്. എന്ന പോലെ തന്നെ ഇത് പിന്നെ ഒരു ഷുഉമുണ്ടായ സ്ഥലമാണല്ലോ, അപ്പോൾ പിന്നെ അവിടെ ഇബാദത്ത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു പോയതാണ്. ഇങ്ങനെ കുറേ ഹുക്കുമുണ്ട് അവിടെ. അതാ മാലാ യുഹ്സാ കസറത്ത് എന്ന് പറഞ്ഞത്. ഇനി അസാലിസു എന്ന